നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു AC ഫിറ്റ്നസ് സെന്റർ. ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ്. നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി. പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിൽ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്നു. 2024-25 വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായാണ് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം സംഘടിപ്പിച്ചത്. പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്ന 2024-25 വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായുള്ള വർക്കിംഗ് ഗ്രൂപ്പ് യോഗം പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. ഈ വർഷത്തിൽ നമുക്ക് പദ്ധതി എടുത്തിട്ട് നടപ്പിലാക്കാൻ പറ്റാത്ത പദ്ധതികളാവാതെ എല്ലാവർക്കും ഗുണകരമായ രീതിയിലുള്ള നൂതന ആശയങ്ങൾ നിങ്ങളുടെ ഇടയിൽ നിന്നൊക്കെ വന്നാൽ നമുക്ക് പുതിയ പദ്ധതികൾക്ക് നമുക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയും. അതിനാവശ്യമായ സംഖ്യ വകയിരുത്തിക്കൊണ്ട് ഇതിപ്പോൾ നമ്മൾ പറഞ്ഞത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രമ്യ വിനീത് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ AK ലത, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA ഹംസ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ A സൗഭാഗ്യവതി, ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ശ്രീജിത്ത്, 13ാം വാർഡ് മെമ്പർ ശ്രീകുമാർ, 12ാം വാർഡ് മെമ്പർ PA ബാബു തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിന്റെ 2024-25 വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വർക്കിംഗ് ഗ്രൂപ്പ് യോഗമാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള എല്ലാ വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങളെയും അതുപോലെ തന്നെ നിർവഹണ ഉദ്യോഗസ്ഥരെയും ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. നമ്മുടെ കേരളം അധികാര വികേന്ദ്രീകരണ പ്രക്രിയയിൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ബഹുദൂരം മുന്നിൽ പോയിരിക്കുകയാണ്. പ്രാദേശിക തലത്തിലുള്ള ആസൂത്രണ വികസന പ്രക്രിയ ഏറ്റവും കാര്യക്ഷമമായി നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിലാണ്. ഇതിനെ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കേണ്ടതുണ്ട്. ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനത്തിന് അർഹമായ പദ്ധതി വിഹിതം തരുന്നതിൽ തടസ്സം സൃഷ്ടിക്കുമ്പോഴും സംസ്ഥാന ഗവൺമെന്റ് ജനസംഖ്യ ആനുപാതികമായി തന്നെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും സർക്കാരിന്റെ ഗ്രാന്റ് അനുവദിച്ചുകൊണ്ട് തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. പ്രാദേശിക വികസനത്തിൽ ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് ഇതിലൂടെ നടപ്പിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇനിയും കൂടുതൽ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കേണ്ടതുണ്ട്. അതിന് എല്ലാവരുടെയും സഹായവും പിന്തുണയും ഉണ്ടാകണം. റൈറ്റ് ന്യൂസ് പഴയന്നൂർ.